ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നതിനായി മറ്റ് അതിഥികളും ചേരുകയാണ്. മാധ്യമപ്രവർത്തകനായ സുരേഷ് കൊച്ചാട്ടിൽ ചേരുന്നുണ്ട്. ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ, പഹൽഗാം ഭീകരാക്രമണത്തിലേറ്റ കനത്ത തിരിച്ചടിക്ക് ശേഷം ലോകത്തിന് മുന്നിൽ അപഹാസ്യമായി നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരുടെ വ്യോമത്താവളങ്ങൾ തകർന്നു. ജനങ്ങൾ തന്നെ പാക് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. ഭാരതത്തിൽ നിന്നും ഒരടിക്ക് 2 എന്നുള്ള രീതിയിൽ കനത്ത പ്രഹരം ഏറ്റുവാങ്ങി നടുവൊടിഞ്ഞു നിൽക്കുന്നു. അപ്പോഴാണിപ്പോൾ പുൽവാമ ഭീകരാക്രമണത്തിന്റെ ആസൂത്രണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് പരസ്യമായി സമ്മതിച്ചുകൊണ്ടുള്ള എയർ വൈസ് മാർഷൽ ഔറംഗസേബിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്താണ് ഇത്തരമൊരു നിലപാടിലേക്ക് പാകിസ്ഥാൻ കടക്കാൻ കാരണം? ശ്രീ സുരേഷ് കൊച്ചാട്ടിൽ. ഞാൻ പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം വരാൻ പോകുന്ന രാഹുൽ ഗാന്ധിക്കാണ്. ബിക്കോസ് ഈ രാഹുൽ ഗാന്ധിയും ബാക്കിയുള്ള ഓപ്പോസിഷൻ പാർട്ടീസ് പുൽവാമ മോദി നടത്തി എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാമ്പയിൻ നടത്തിയത്. രോഹിണിക്ക് ഓർമ്മയുണ്ടാവും. മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് പുൽവാമ ചെയ്തതാണ്. മോദിക്ക് ഇതിനെപ്പറ്റി ഒരു ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അടുത്തന്നെ നമ്മൾ കണ്ടു, ഈ പാകിസ്ഥാന്റെ ഒരു അറ്റാക്ക് തുടങ്ങിയ സമയത്ത് തന്നെ പാകിസ്ഥാനിലെ മീഡിയയിൽ, പാകിസ്ഥാന്റെ ഒഫീഷ്യൽ പ്രസ് കോൺഫറൻസിലെ DGISPR അവര് പ്ലേ ചെയ്തൊരു വീഡിയോ ഈ സത്യപാൽ മലിക്, പണ്ടത്തെ ജമ്മു കാശ്മീർ ഗവർണറും രാഹുൽ ഗാന്ധിയും കൂടി പുൽവാമയെ പറ്റി പറയുന്നതാണ്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെന്റ് വരുന്നത് എയർ വൈസ് മാർഷൽ ഔറംഗസേബ്. അവർക്കറിയാം അവർ ചെയ്താണ്. ഇപ്പൊ എന്താ പറയാൻ പോണേ ഞാനിപ്പോ എഴുതിത്തരാം, കണ്ടോളാം. ഇന്ന് വൈകുന്നേരം നാളെ കാലത്താകുമ്പോൾ പറയും അത് സ്ലിപ്പ് ഓഫ് ടങ് ആയിരുന്നു, അല്ലെങ്കിൽ ആ വീഡിയോ വ്യാജമാണ്, സൗണ്ട് ഡബ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് എക്സ്ക്യൂസ് വരാൻ പോകുന്നു. അവര് സത്യം ചിലപ്പോൾ അറിയാണ്ട് പറഞ്ഞതായിരിക്കും, അതും കാര്യം ശരിയാണ്. പക്ഷെ പുൽവാമ ഞങ്ങൾ നടത്തിയതാണെന്നുള്ളതിനെ പറ്റിയിട്ട് അഡ്മിഷൻ അവർ ചെയ്തിട്ടു. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ അറിയാം രോഹിണി, ഇതിലൊരു പാകിസ്ഥാന്റെ ഒരു റോള് ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടു. വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനു മുമ്പ് 3 മണിക്കായിരുന്നു ഇതിന്റെ ഒരു ഫൈനൽ അഗ്രിമെന്റിലേക്ക് എത്തിയത്. നമ്മൾ നിർത്തും, പാകിസ്ഥാനും നിർത്തും. അതിനു മുമ്പ് 10 മണിക്ക്, അതിനു മുമ്പായിട്ട് ഒരു 7 മണിക്ക് 2 വലിയ ഇൻസിഡൻസ് നടന്നു. 7-7:30 പിന്നാണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബ്രഹ്മോസ്, ഇപ്പൊ പാകിസ്ഥാൻ തന്നെ സമ്മതിച്ചു, പാകിസ്ഥാനിലെ 6 തൊട്ട് 7 താവളങ്ങളെ നമ്മൾ അടിച്ചു. ഒരു മേജർ എയർപോർട്സിനെല്ലാം, ജാക്കോബാബാദ് ആവട്ടെ, ബാക്കി സർഗോഡ ആവട്ടെ. പക്ഷെ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിരുന്നു കിരാന എയർഫോഴ്സ് ബേസ്. അതിന്റെ അടുത്ത് ആണ് പാകിസ്ഥാന് ന്യൂക്ലിയർ ഫെസിലിറ്റി കിടക്കുന്നത്. ആ ന്യൂക്ലിയർ ഫെസിലിറ്റിയാണ് ഇന്നലെ നമ്മുടെ എയർഫോഴ്സിന്റെ ജെറ്റ്സ് ബോംബ് ചെയ്തത്. അത് ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ടാണ് അത് അടിച്ചത്. അത് അടിക്കലാണ് US പാനിക് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റൂ, ഇനി ഇത് ഔട്ട് ഓഫ് കൺട്രോൾ പോവാണെന്നുള്ള അവർക്ക് മനസ്സിലായി. സർഗോഡ എയർഫോഴ്സ് ബേസിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് കാരണം അവിടെ ഒറ്റ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എയർഫോഴ്സിന്റെ. നമ്മളത് പണ്ട് ചെയ്തിട്ടൊരു ടാക്ടിക്കാണ്. 71 വാറിലും അതിനു മുമ്പ് നമ്മൾ 62-ലും 64-ലും ഇതേമാതിരി പാകിസ്ഥാന്റെ എയർഫീൽഡ്സ് എല്ലാം ബോംബ് ചെയ്തത്. പക്ഷെ കണ്ടിരിക്കുന്നത് കിരാന, ഈ പറഞ്ഞ കിരാന എയർഫോഴ്സ് ബേസിൽ നമ്മൾ ടാക്കിൾ ചെയ്താണ് ഏറ്റവും വലിയൊരു നല്ലൊരു സ്റ്റോറി ശരിക്കും പറയുകയാണെങ്കിൽ. ഈ ഒരു എന്താ പറയുക, ഈ അറ്റാക്ക് പർട്ടിക്കുലർലി പ്ലാൻ ചെയ്തത് ബ്രഹ്മോസ്. അവര് ഇതുവരെ നമ്മൾ ബ്രഹ്മോസ് ഉപയോഗിച്ചു, നമ്മൾ തന്നെ സമ്മതിച്ചിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ ഇപ്പൊ ആദ്യമായിട്ട് സമ്മതിക്കേണ്ട വന്നു, ഞങ്ങൾ ബ്രഹ്മോസ് ഭാരതദേശം ഉപയോഗിച്ചു, ഇതിന് അറ്റാക്ക് ഞങ്ങളുടെ നേരം നടത്തിയത് അവരാണെന്നുള്ളതിനെ പറ്റിയിട്ടൊരു അഡ്മിഷൻ നടന്നു. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ എയർഫോഴ്സിന്റെ ചീഫ്സും എല്ലാവരും പറയുന്നത്. ഒരു ക്ലാസിക് മൂവ് ആയിരുന്നു ഭാരത്. ഈ ഇതും പിന്നെ 7 എയർഫോഴ്സ് ബേസും കൂടി ഒരുമിച്ച് ബോംബ് ചെയ്തപ്പോഴാണ് പാകിസ്ഥാന്റെ അഡ്രസ് ഇല്ലാണ്ട് പോയത്. ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് ശരിക്കും വേണ്ടത്. ബിക്കോസ് ഈ കിർണ എയർഫോഴ്സ് ബേസ് എന്ന് പറഞ്ഞാൽ കിർണ ഹിൽസ് ആണത്. ഈ കിർണ ഹിൽസ് കിടക്കുന്നതാണ് ഇവിടെ ന്യൂക്ലിയർ സ്റ്റോറേജ്. അതിന് മുമ്പ് പറഞ്ഞ ന്യൂക്ലിയർ സ്റ്റോറേജ് ആണ്. അവിടെ ടണലിലാണ് ഇവർ ഇത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ന്യൂക്ലിയർ മിസൈൽസിന്റെ ലോഞ്ച് പാഡ്സും ഇതൊക്കെ. നമുക്കറിയാം ഇറാനിലും ഇതേ ഒരു സ്ട്രാറ്റജിയാണ്. അവര് പുറത്ത് ഒളിപ്പിച്ച് എവിടെയും ഓപ്പൺ ആയിട്ട് വെക്കില്ല. അവര് കുന്നുകളുടെ ഉള്ളിൽ ടണൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലാണ് ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇന്നലെ തകർത്തത്. അത് കഴിഞ്ഞപ്പോഴാണ് 10 മണിക്ക് 10:25 DGMO പാകിസ്ഥാൻ, DGMO ഭാരതിനെ വിളിക്കുന്നു, ഇങ്ങനെ ഞങ്ങൾ ഒരു സീസ് ഫയർ വേണമെന്ന്. DGMO പറഞ്ഞ് എനിക്കത് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല, എനിക്ക് എന്റെ ഹയർ അതോറിറ്റീസിനെ അറിയിക്കണം. അവിടുന്ന് അദ്ദേഹം ഇൻ ഓൾ പ്രോബിലിറ്റി വിളിച്ചിട്ടുണ്ടാവുക അവരെ ബോസസിനെ, ഡൽഹിയിലുള്ള ആം ഫോഴ്സസിന്റെ ബോസസിനെ വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കോള് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയിട്ടുണ്ടാവും. അവിടുന്ന് പ്രധാനമന്ത്രി ഓൾറെഡി മാർക്കോ റൂബിയോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്രൂവൽ വന്നു. പിന്നെയും 3:30 അപ്രൂവൽ വരാത്ത കണ്ടപ്പോ ഈ DGMOന്, പാകിസ്ഥാനി DGMOന് പിന്നെയും ഒരു പേടിയുണ്ടായി, ഇനിയൊരു അറ്റാക്കും വരുമോ എന്നുള്ളത്. അപ്പോഴാണ് ഇവർ ഇമ്മീഡിയറ്റ് ഡിസൈഡ് ചെയ്ത് വൈകുന്നേരം 5 മണിക്ക് ശരി ഞങ്ങൾ സമ്മതിക്കാമെന്ന് ഭാരതദേശം പറഞ്ഞു. അപ്പൊ ഇത്
സീക്വൻസ് ഓഫ് ഈവെന്റ്സ് ആണ് നമ്മൾ കാണേണ്ടത്. ഈ സീക്വൻസ് ഓഫ് ഈവെന്റ്സ് ആണ് ഇന്നലെ നടന്നത്. നമ്മള് പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം, ഇതൊരു ഡിപ്ലോമാറ്റിക് കൂ ആണ് ഇന്ത്യയുടെ. ബിക്കോസ് ഇതിലൊരു കണ്ടീഷൻ വെച്ചേക്കണത് എന്താണെന്ന്, എങ്ങാൻ ഇത് കഴിഞ്ഞ് ഭാരതത്തിൽ എവിടെയെങ്കിലും, ജമ്മു കാശ്മീർ സ്പെഷ്യലി അല്ല, ഭാരതത്തിൽ എവിടെയെങ്കിലും പാകിസ്ഥാന്റെ അവിടെ നിന്ന് വന്ന ഒരു അറ്റാക്ക് നടന്നാൽ പിന്നെയും ഈ സീസ് ഫയർ എന്ന പരിപാടി ഉണ്ടാവില്ല എന്നുള്ളത്. ഓൾറെഡി നമ്മുടെ എയർഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞു, ആം ഫോഴ്സസും പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ നിൽക്കുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ അതാണ് വലിയൊരു സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് സീസ് ഫയറും ഓപ്പറേഷൻ സിന്ദൂറായിട്ട് ഒരു സംബന്ധവും ഇല്ല, അത് വേറെ ഇത് വേറെ എന്നുള്ളതാണ്. ഇപ്പൊ ഈ സീസ് ഫയർ എന്ന് പറയുന്നത് ലൈൻ ഓഫ് കൺട്രോളും ഇന്റർനാഷണൽ ബോർഡറിലാണ് ഉള്ളത്. അത് BSF മോസ്റ്റ്ലി ആണ് നോക്കുന്നത് ആ സൈഡല്ല. പക്ഷെ ഇനി വരാൻ പോകുന്നത് ഒരു അറ്റാക്ക് വന്നാൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റും.